ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തിലാണ് നമ്മൾ കണ്ടത്. ഇപ്പം മുഹറം മാസത്തിലാണ്, അതിൻ്റെ ആദ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മളുടെ ഈ കൂടിക്കാഴ്ചക്കിടയിൽ വന്ന ഇടവേളയുടെ ഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വളരെ വലിയ ഒരു സംഭവം നടന്നു. അത് പറഞ്ഞു നോക്കുമ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കും. സംഭവം എന്തെന്നാൽ ഒരു ഹിജറ വർഷം അവസാനിക്കുകയും ഒരു പുതിയ വർഷം ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ ആയുസിൻ്റെ ഏടിൽ നിന്ന് ഒരു പേജ് കൂടി നഷ്ടപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും അള്ളാഹു ഈ ദുനിയാവിൽ നൽകിയ സൗകര്യം ആസ്വദിക്കുവാനുള്ള അവസരത്തിൽ നിന്ന് ഒരല്പം കൂടി ആഖിറത്തിൻ്റെ ഭാഗത്തേക്ക് ചേർന്ന് നിന്നു. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതാണ്. പക്ഷേ ഹിജറ വർഷം നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂ ഇയർ ആഗമനത്തിൻ്റെ പരിവേഷമൊന്നും മുഹറം വരുമ്പോൾ ഒരുപക്ഷെ കണ്ടുകൊള്ളണമെന്നില്ല. മുസ്ലിങ്ങൾ ഇസ്ലാമിനെ സമഗ്രമായി പ്രതിനിധാനം ചെയ്യാത്തവരായതുകൊണ്ട് അവർക്കൊരു ഏക ഇസ്ലാമിക നേതൃത്വം അവരുടെ നാട്ടിലോ ലോകതലത്തിലോ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ മുഹറം മാസത്തിനെന്നല്ല ഒരു അറബ് മാസത്തിനും വലിയ പങ്കൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയാതെ പോകുന്നത്. എന്നാലും നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിലുണ്ട്. അത്തരം ചില വശങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഹിജറ നടന്നത് മുഹറം മാസത്തിലല്ല. പൊതുവെ ആളുകൾ അങ്ങനെ ധരിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഹിജറ നടന്നിട്ടുള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. മുഹറം മാസവും ഹിജറയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ കലണ്ടർ ക്രമീകരിച്ചപ്പോൾ, ഹിജറ കലണ്ടർ ക്രമീകരിച്ചപ്പോൾ, ചന്ദ്രവർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലണ്ടർ ക്രമീകരിച്ചപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് ആ കലണ്ടറിലെ ഒന്നാമത്തെ മാസമായി മുഹറത്തെ നിർണയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഹിജറ കലണ്ടറിലെ അല്ലെങ്കിൽ ഖമരിയ എന്ന് പറയുന്ന ചന്ദ്രവർഷത്തെ അവലംബിക്കുന്ന കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ് മുഹറം എന്നതല്ലാതെ മുഹറവും റസൂലുള്ളാഹിയുടെ ഹിജറയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ടാം അഖബ ഉടമ്പടിക്ക് ശേഷം മിനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായത്തോടെ രണ്ടാം അഖബ ഉടമ്പടിയിൽ ഏർപ്പെട്ട ശേഷം ഏകദേശം 2 മാസവും ഏതാനും ദിവസങ്ങളുമാണ് പിന്നീട് മക്കയിൽ അവശേഷിച്ചത് എന്നതാണ് ചരിത്രം. അപ്പോൾ സ്വാഭാവികമായും മിനയിൽ വെച്ച് ഹജ്ജിൻ്റെ സമയത്ത് രണ്ടാം അഖബ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവും അത് ദുൽഹജ്ജ് മാസത്തിലാണ്. അപ്പോൾ ദുൽഹജ്ജ് മാസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് മുഹറം, സഫർ, അടുത്തത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വലിൻ്റെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, ഇത്രയും ദിവസങ്ങളാണ് പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടായിട്ടുള്ളത്. നുബുവത്ത് ലഭിച്ചതിന് ശേഷം 13ാമത്തെ വർഷം അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തിയെന്ന് നമുക്കറിയാം. അപ്പോൾ ആ പലായനം നടത്തുന്നതിൻ്റെ ഏതാണ്ട് 12 വർഷം പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ഒരു ഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ രണ്ടാം അഖബ ഉടമ്പടി നടക്കുന്നത്. ചുരുക്കത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ നടത്തിയത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്നുള്ളതാണ് പ്രബലമായ ചരിത്രം. ഈ ധാരണ, ഈ ഒരു കാര്യം നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം മുഹറം എന്ന മാസത്തെ സംബന്ധിച്ചുള്ളതാണ്. പൊതുവെ പഴയ പാരമ്പര്യമനുസരിച്ച് മുസ്ലിം സമൂഹം കരുതിപ്പോരുന്നത് മുഹറം മാസം ഒരു നല്ല കാര്യവും ചെയ്യാൻ പറ്റാത്ത മാസമാണെന്നാണ്. എന്തെങ്കിലും ഒരു നല്ല സംഗതി ഉണ്ടെങ്കിൽ മുഹറം കഴിഞ്ഞോട്ടെ, മുഹറം 10 കഴിഞ്ഞോട്ടെ. ഏത് മുഹറത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മാസം, യുദ്ധം നിഷിദ്ധമാക്കിയ അനുഗ്രഹീതമായ മാസമാണ് മുഹറം.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ആദരിച്ച മാസമാണ് മുഹറം മാസം. ഷഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് റമളാനിലേക്കുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് കൂടി ധാരാളമായി നോമ്പ് പിടിച്ചിരുന്നു എന്ന് ഹദീസുകളിലുണ്ട്. ആ ഷഅബാനിലെ നോമ്പ് ഒഴിച്ചു നിർത്തിയാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വ്രതമനുഷ്ഠിക്കുന്നതിന് പ്രാമുഖ്യം നൽകിയ മാസമാണ് മുഹറം. അതിലെ പ്രത്യേകിച്ച് 2 ദിവസം മുഹറം 9, 10 താസുആ, ആശുറാ. തിസ്അ അശറ എന്ന് പറയുന്നതിന്റെ 2 അറബി പ്രയോഗങ്ങളാണ്, അല്ലാതെ ആ പ്രയോഗത്തിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. താസുആ, ആശുറാ, ഈ 2 ദിവസങ്ങൾ ഏറ്റവും പ്രബലമായ സുന്നത്ത് നോമ്പുകളുടെ ദിവസവും കൂടിയാണ്. അഹബ്ബു സിയാമി ഇൻദല്ലാഹി ബഅദ റമളാൻ എന്ന് ഹദീസുകളിൽ കാണാം. റമളാനിന് ശേഷം റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പിന്റെ സന്ദർഭം എന്ന് ഈ മുഹറത്തിലെ നോമ്പിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഫർള് നോമ്പ് നഷ്ടപ്പെട്ടവർ, എന്തെങ്കിലും രോഗം കാരണമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളുടെ അശുദ്ധി കാരണമോ ഫർള് നോമ്പ് നഷ്ടപ്പെട്ടവർക്ക് ആ കാര്യവും അങ്ങനെ ആ നോമ്പ് കൂടി ഇതിലൂടെ നോറ്റുവീട്ടുന്നു എന്ന് കരുതിയാൽ ഈ 2 നിയ്യത്തും ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് ഈ 2 ബാധ്യത പ്രതിഫലവും ലഭിക്കുന്നതാണ്. ഫർള് നോമ്പിന്റെ 2 നോമ്പ് നോറ്റാൽ ഫർള് നോമ്പിന്റെ 2 കടം നമ്മുടെ കണക്കിൽ നിന്ന് വീടിക്കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് മുഹറം 9, 10 വ്രതമനുഷ്ഠിച്ചതിന്റെ പ്രതിഫലവും കിട്ടും. ഈ കാര്യത്തെ സംബന്ധിച്ച് സഹോദരന്മാരും സഹോദരിമാരും ചിന്തിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് മുഹറത്തെ പറ്റിയാണ്. മുഹറം എന്ന് പറയുന്നത് അവലക്ഷണമുള്ള മാസമാണ് എന്ന് ഇന്നും ഒരു വലിയ ജനവിഭാഗം കരുതുന്നുണ്ട്. മുഹറത്തിൽ മാത്രമല്ല അവലക്ഷണമുള്ളത് എന്നതാണ് അതിന്റെ രസം. ഈ അവലക്ഷണം കണക്കാക്കിയിട്ട് കലണ്ടർ തയ്യാറാക്കിയിട്ട് അങ്ങനെ പഞ്ചാംഗം എന്ന രീതിയിലും മറ്റും ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നുള്ള സാംസ്കാരികമായ സ്വാധീനത്തിന്റെ ഫലമായിട്ട് മുസ്ലിം സമുദായത്തിൽ ഇതൊക്കെ നോക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഏജൻസികൾ തന്നെയുണ്ട്. ഒരു കൊല്ലത്തേക്ക് മൊത്തം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഏതൊക്കെ മാസത്തിൽ ഏതൊക്കെ ദിവസമാണ് തകരാറുള്ള ദിവസം. അതിപ്പോൾ നമ്മുടെ ഈ കലണ്ടറിൽ സാധാരണ സോളാർ കലണ്ടർ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കലണ്ടറിൽ ഞായർ പോലെയോ അവധി ദിവസങ്ങളോ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെ, പ്രത്യേകം കളർ വർണ്ണത്തിൽ കൊടുക്കുന്നത് പോലെ ഇത് കൈകാര്യം ചെയ്യാനുള്ള നഹ്സിന്റെ ഈ പഞ്ചാംഗം നോക്കിയാൽ ഇന്ന ദിവസങ്ങൾക്കാണ് തകരാറ് എന്ന് നേരത്തെ കാലത്തെ ഇവർ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഇത് കൈകാര്യം ചെയ്യുന്നവർക്ക് ആ വിവരം കിട്ടിയത് എന്നൊന്നും ഇത് ചോദിക്കാൻ പോകുന്നവർക്കോ ഇത് പറഞ്ഞു കൊടുക്കുന്നവർക്കോ വിഷയമല്ല. അപ്പോൾ അവർ പറയും, ഉസ്താദിനടുത്ത് ഉസ്താദ് പറയും കല്യാണ നിശ്ചയം അന്ന് പറ്റൂല. വീടിന്റെ കുറ്റി തറക്കൽ മുതൽ വീടിന് കട്ടില വെക്കൽ മുതൽ ഗൃഹപ്രവേശനം ഉൾപ്പെടെ ഓരോ പോയിന്റിലും നമുക്ക് ഒരുപാട് ചെക്ക് പോസ്റ്റുകളുണ്ട്. ഇസ്ലാമികമായി ഇതിനൊന്നിനും യാതൊരു അടിസ്ഥാനവുമില്ല. അള്ളാഹുവിന്റെ നാമത്തോടുകൂടി ആരംഭിച്ചാൽ എല്ലാ ദിവസവും ഖൈറാണ് എന്നതാണ് ഇസ്ലാമികമായ വിധി. അത് തന്നെ ഒരു വിഷയമാക്കിയിട്ട് ഒരു ഖുത്ബ വേറെ നടത്താം. ഞാൻ ഇപ്പം അതിലേക്ക് കിടക്കല്ലേ. ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ മുഹറം എന്ന് പറയുന്നതിനെ അവലക്ഷണത്തോടു കൂടി എന്തുകൊണ്ട് കണ്ടു മുസ്ലിം സമുദായം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മുഹറത്തെ മുസ്ലിം സമുദായം അസ്വസ്ഥതയോടുകൂടി കാണാൻ കാരണം, ബേജാറോടുകൂടി കാണാൻ കാരണം, മുസ്ലിം സമുദായത്തിന്റെ മനോഘടനയെ നിയന്ത്രിക്കുന്നത് ഇസ്ലാമല്ല, അതിനപ്പുറം ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ പ്രചാരണങ്ങളാണ്. ഇസ്ലാം വിരുദ്ധ ശക്തികളെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസത്തിലെ ഓരോ ചരിത്ര സംഭവം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. അവർക്ക് വലിയ തിരിച്ചടിയാണ്. തഫ്സീറുകളിൽ കാണാം, നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ നിന്ന് ആ പ്രളയത്തെ അതിജയിച്ച് ബിസ്മില്ലാഹി മജ്റേഹ വ മുർസേഹ എന്ന് പറഞ്ഞിട്ട് ആ കപ്പൽ അള്ളാഹുവിന്റെ നാമത്തിൽ നങ്കൂരമിട്ടത് മുഹറം 10-നാണ്. അങ്ങനെ അങ്ങോട്ട് യൂനുസ് നബിയുടെ കഥ, യൂസുഫ് നബിയുടെ കഥ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അഗ്നിയിൽ നിന്നുള്ള മോചനം, അതുപോലെ ചെങ്കടലിനെ പിളർത്തി അപ്പുറത്തേക്ക് കടക്കാനും ചെങ്കടലിൽ പെട്ട് മുങ്ങിച്ചാവാനും ഫറോവ മുങ്ങിച്ചാവാനും ഇടവന്ന സന്ദർഭം, അതെന്തായിരുന്നാലും വളരെ പ്രസിദ്ധമായതാണ്. അപ്പൊ ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതും തെളിയിക്കാൻ പ്രയാസമുള്ളതുമായ ഒരുപാട് നിർണായക സംഭവങ്ങൾ ഇസ്ലാമിക സമൂഹത്തിനും ഇസ്ലാമിന്റെ ആദർശത്തിനും അഭിമാനിക്കാൻ വക നൽകുന്നതും ഇസ്ലാമിന്റെ പ്രതിയോഗികൾക്ക് അസ്വസ്ഥത പകരുന്നതുമായ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ മുഹറം മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിയോഗികൾക്ക് മുഹറം ഒരു പേടി സ്വപ്നമാണ്. ഫറോവയുടെ അനുയായികൾക്ക് എന്തായാലും മുഹറത്തെ സന്തോഷത്തോടു കൂടി കാണാൻ കഴിയില്ലല്ലോ. യസീദിന്റെ കിങ്കരന്മാരുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്നു സിയാദ്
ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയറുത്തിട്ട് തളികയിൽ വെച്ചിട്ട് യസീദിന്റെ കൊട്ടാരത്തിലേക്ക് കൊടുത്തയച്ചത് മുഹറത്തിലാണെങ്കിൽ കർബല താൽക്കാലികമായി ഇസ്ലാമിക സമൂഹത്തിന് തിരിച്ചടിയാണ് നൽകിയതെങ്കിലും ഇസ്ലാമിക സംസ്കാരത്തിന്റെ അഥവാ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ അതിന്റെ തനത് സംസ്കാരത്തോടെ നിലനിർത്തുന്നതിൽ കർബലക്ക് വലിയ പങ്കുണ്ട്. ഇത് കുടുംബപരമായ പാരമ്പര്യമല്ല ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല നിർണായക ഘട്ടങ്ങളിലും ചരിത്രത്തെ വഴിതിരിച്ചുവിട്ട അതിന് സാക്ഷിയായ മാസമാണ് മുഹറം. സ്വാഭാവികമായിട്ടും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അങ്കലാപ്പുണ്ടാകും. നമ്മളുടെ മനോഘടനയെ തീരുമാനിക്കുന്നതും നമ്മുടെ മാനസിക പരിസരത്തെ സെറ്റ് ചെയ്യുന്നതും നമ്മുടെ പ്രതിയോഗികളുടെ പ്രചാരണങ്ങളായതുകൊണ്ട് നമുക്കും അത് ആശങ്കയായി. അവരുടെ ആശങ്ക നമ്മൾ കൂടി ഏറ്റെടുത്തു. അങ്ങനെയാണ് പരിശുദ്ധ മുഹറം എന്ന ഒരു മാസം ഒരു പേടി സ്വപ്നമായിട്ട് മുസ്ലിങ്ങൾക്ക് മാറിയത്. ഇത് മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിനെ സമഗ്രമായി മുസ്ലിങ്ങൾ പ്രതിനിധാനം ചെയ്യാത്തതിനാൽ ഇസ്ലാമിന്റെ ഒരു സമഗ്ര നേതൃത്വം മുസ്ലിങ്ങൾക്ക് ഇല്ലാതെ പോയി. എവിടെയൊക്കെ ചരിത്രത്തിൽ ഇസ്ലാമിനെ സമഗ്രമായി പ്രതിനിധാനം ചെയ്യാൻ മുസ്ലിം സമൂഹം ശ്രമിച്ചിട്ടുണ്ടോ അന്നൊക്കെ മുസ്ലിങ്ങൾക്കൊരു ഏക നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ നേതൃത്വം. ആ നേതൃത്വമാണ് എല്ലാം തീരുമാനിക്കുന്നത്. പടക്കളത്തിൽ കൂടെ പോരാടുന്ന അനുയായികൾക്ക് നേതൃത്വം നൽകി പ്രവാചകൻ. പാതിരാവിൽ പ്രാർത്ഥനാ നിരതനായി പ്രവാചകൻ. രാത്രിയിൽ കിടന്നുറങ്ങുന്നവർ പെട്ടെന്നെന്തോ ബഹളം കേട്ടിട്ട് ചാടി എണീറ്റ് ആ ബഹളം കേട്ട ദിക്കിലേക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോ പ്രശ്നമൊന്നുമില്ല, ഞാനവിടെ പോയി, നിങ്ങൾ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ആദ്യമേ അവിടെ നിന്ന് തിരിച്ചു വരുന്ന നേതാവായ പ്രവാചകൻ. അതേ പ്രവാചകൻ പള്ളി മെമ്പറുകളിൽ നിന്നുകൊണ്ട് ആ ജനതക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. പള്ളി മുതൽ പാർലമെന്റ് വരെയും, പട്ടിണിയുടെ പരിഹാരം മുതൽ പള്ളിയുടെ പരിപാലനം വരെയും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്നപ്പോ പ്രതിയോഗികളുടെ ആശങ്കകൾ തിരികെ കയറ്റാൻ വിശ്വാസികളുടെ തലയിൽ ഇടമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു നേതൃത്വം ഇസ്ലാമിക ലോകത്തിന് എന്ന് നഷ്ടപ്പെട്ടോ അന്ന് മുതൽ ഇസ്ലാമിക നേതൃത്വത്തിന്റെ ഒരു അസാന്നിധ്യം സൃഷ്ടിച്ച വലിയ വിടവ് അവരുടെ ജീവിതത്തിലും അവരുടെ മനസ്സിലും ഉണ്ടായി. അതിൽ പലതും കയറിക്കൂടി. അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ ഒരു വേഗം മനസ്സിലാകുന്ന ഒരു ചെറിയ ലക്ഷണം മാത്രമാണ് ഈ മുഹറം പേടി എന്ന് നിങ്ങൾ അറിയണം. ഇതൊന്നും പറയാനല്ല ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ച വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും. ഒന്ന്, റബീഉൽ അവ്വൽ മാസത്തിലാണ് മുഹറം ഹിജറ നടന്നത്. ഹിജറയും മുഹറവും തമ്മിലുള്ള ബന്ധം, ഹിജറയെ അവലംബപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കലണ്ടറിനെ പുനഃക്രമീകരിച്ചപ്പോ, കലണ്ടർ ഇസ്ലാമിക കലണ്ടർ എന്നതൊരു വിഷയമായിട്ട് അവരുടെ മുമ്പിൽ വന്നപ്പോൾ എന്തിനടിസ്ഥാനപ്പെടുത്തണം എന്ന ചർച്ച വന്നു. റസൂലുള്ളാഹിയുടെ ജന്മദിനം, ക്രിസ്ത്യാനികളുടെ കലണ്ടർ അങ്ങനെയാണല്ലോ, നമ്മളെ കലണ്ടറും അതുപോലെ ആകണോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ദീർഘദർശയുള്ള ഒരു ഇസ്ലാമിക നേതൃത്വം, വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മനസ്സിൽ ആ ഘടനയിൽ വാർക്കപ്പെട്ട ആ വ്യക്തിത്വം അദ്ദേഹം തീരുമാനിച്ചു, നമുക്കത് വേണ്ട. ഹിജറ ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതുകൊണ്ട് അറബികൾക്ക് പണ്ടേ പരിചയമുള്ള മാസങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു കലണ്ടർ ക്രമീകരിച്ചെടുക്കുകയാണ്. ആ കലണ്ടർ ക്രമീകരിച്ചെടുക്കുമ്പോൾ ആ കലണ്ടറിലെ അതിന്റെ അടിസ്ഥാനം, നിദാനം, കാര്യങ്ങളെ കണക്ക് കൂട്ടുന്നതിന്റെ അവലംബം ഹിജറയാകട്ടെ. റസൂലുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിജറയുടെ 1-ാം വർഷം, ഹിജറയുടെ 2-ാം വർഷം, അങ്ങനെയാണ് ഇപ്പൊ ഹിജറ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നു. റസൂലുള്ളാഹിയുടെ ജന്മം അടിസ്ഥാനപ്പെടുത്തി പറയുന്നതിന് പകരം അപ്പൊ റബീഉൽ അവ്വൽ 1-ാം മാസമായാൽ പല കൺഫ്യൂഷനുകളും ഉണ്ടാകും. അതുകൊണ്ട് മുഹറം 1-ാം മാസമാക്കുകയും ആ അടിസ്ഥാനത്തിൽ ഈ കലണ്ടറിനെ ക്രമീകരിക്കുകയും ചെയ്ത കലണ്ടറാണ് ഹിജറ. ഈ കമർ അഥവാ ചന്ദ്രനെ അവലംബിച്ചുകൊണ്ടുള്ള ഹിജറ വർഷ കലണ്ടർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം മുഹറത്തെ സംബന്ധിച്ചുള്ള പൊതുവായി നിലനിൽക്കുന്ന ചില പുകമറകളെ പറ്റിയാണ്. മുഹറം മാത്രമല്ല, എല്ലാ മാസത്തിലും ഇങ്ങനത്തെ അവലക്ഷണമുള്ള നഹ്സുള്ള ദിവസങ്ങൾ, നഹ്സ്, ഇയ്യാമുൻ നഹ്സ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയപ്പോ ശിക്ഷബാധകമായ ആളുകളുടെ ദുരവസ്ഥയാണ് അവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു, കുല്ലു അമലിൻ ദീബാലിൻ ലം യബ്ദ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ഏത് നല്ല കാര്യവും അള്ളാഹുവിന്റെ നാമം കൊണ്ടല്ല തുടങ്ങിയതെങ്കിൽ അത് വാലറ്റതാണ്, അത് ഗുണം പിടിക്കില്ല.
നിങ്ങൾ ഏത് ദിവസവും ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഏർപ്പെടാം. അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ പിന്നെ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. നല്ല ദിവസം എന്നാ ആരോടും ചോദിച്ചു നടക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് ഹൈന്ദവ സംസ്കാരത്തിന്റെ സ്വാധീനമാണ്. ഇസ്ലാമും ഈ നഹ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവർത്തിച്ചു പറയുകയാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിച്ച കാര്യം, ഹിജ്റയുടെ ഒരു പാഠം കഴിഞ്ഞ ഖുതുബയിൽ സഹോദരൻ നിങ്ങളുടെ മുമ്പിൽ ഹിജ്റയുടെ സാമൂഹ്യ പ്രസക്തിയെപ്പറ്റി അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ സാമൂഹികമായ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് ലഭിക്കുക, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായത്തിന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചെറു സംഘം അല്ലെങ്കിൽ ഒരു വലിയ സംഘം, ഒരു ജനത അർഹരാകൽ എപ്പോഴാണ്? ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഹിജ്റയുടെ പാഠങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അത് വേറൊരു ഭാഷയിൽ അതിൻ്റെ വേറെ ഒരു വശത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് കഴിഞ്ഞ മുഹറത്തിൽ ഇതേ മിമ്പറിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ വേറെ ചില വശങ്ങളെ സംബന്ധിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായം കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ സാധുക്കളാണ്. അള്ളാഹ് നമ്മളെ സഹായിക്കൂല. നമ്മൾ ഈ പാപികളും ദുർബലരും നാടന്മാരും ആയ ആളുകൾക്ക് പടച്ചവനുമായിട്ട് ബന്ധപ്പെടാൻ തന്നെ വലിയ പ്രയാസമാണ്. അതിനൊക്കെ അള്ളാഹിൻ്റെ ഒരു സാമീപ്യം തന്നെ നാടണം. അങ്ങനത്തെ കുത്തുബീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും സിദ്ദീഖുകളും ഒക്കെ വേറെ ഒരു കൂട്ടരുണ്ട്. അവർ മുഖാന്തിരമാണ് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയേണ്ടത്, എന്നാലേ അതിൻ്റെ മട്ടത്തിലാകൂ. ഇങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കരുതാൻ ഇസ്ലാമിക ദൃഷ്ട്യാ യാതൊരു വകുപ്പുമില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ അബ്ലിൽ വരീദ്, ഞാൻ നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ നിങ്ങളുടെ സമീപത്തനാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. പരിശുദ്ധ റമളാനിനെ പറ്റി പറയുന്നതിൻ്റെ ഇടയിലാണ് എന്നെപ്പറ്റി എൻ്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ നീ പറയണം ഞാൻ സമീപസ്ഥനാണ്. ഞാൻ സമീപസ്ഥനാണ്, ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവനാണ്. അതുകൊണ്ട് എന്നോട് മാത്രം പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, എന്നിൽ പ്രതീക്ഷ ബന്ധിപ്പിച്ചു കൊള്ളട്ടെ, അവർ ഹിദായത്തിലായേക്കാം. അപ്പൊ സന്മാർഗത്തിലാകാനുള്ള വഴി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലാണ്. എന്നിട്ട് അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും കൂട്ടി പ്രാർത്ഥിച്ചിട്ട് സന്മാർഗത്തിലാകാമെന്ന് കരുതുന്നുവെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചതിനെ അട്ടിമറിക്കലാണ്. ഇതൊരു വിശ്വാസിയും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ എന്താണ് ഉപാധി എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റമളാൻ മാസത്തിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പ്രാർത്ഥനയിൽ വേറെയും കുറെ വിഷയങ്ങളുണ്ട്, പല സന്ദർഭങ്ങളിലായി നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ ഒരു സംഘത്തിനെ അല്ല കാക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കരുതണത് നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒരു പണിയും ചെയ്യാതെ ആളുകൾ ചടഞ്ഞിരുന്നിട്ട് ഒരു എനർജി ഒരു ഊർജവും ഒരു കാര്യത്തിലും വിനിയോഗിക്കാതെ ഒരു പരിശ്രമവും ഇല്ലാതെ ബുദ്ധി തീരെ പ്രയോഗിക്കാതെ ഇരുന്നിട്ട് അല്ല കാക്കും. ഇങ്ങനെ കാക്കാൻ അല്ല ഏറ്റിട്ടുണ്ടോ? ذلك بأن الله ولي الذين آمنوا والذين كفروا لا مولى لهم. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ രക്ഷകനാണ്, സംശയമൊന്നുമില്ല. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം വല്ലദീന കഫറു ലാ മൗലാ ലഹും, അവർക്കൊരു ഹെഡ് ഓഫീസും ഇല്ല. കാര്യത്തോടടുത്താൽ അവരുടെ പ്രശ്നത്തിന് അവരുടെ വേദന ഇറക്കി വെക്കാൻ ഒരു അത്താണി ഈ നിഷേധി കൂട്ടങ്ങൾക്കില്ല. നമ്മളൊക്കെ സ്ഥിതി അതല്ല. നമുക്ക് ഒരു നാഥനുണ്ട്, നമുക്കൊരു കേന്ദ്രമുണ്ട്. നമ്മുടെ നാഥനും നമ്മുടെ കേന്ദ്രവും ഈ പ്രപഞ്ചങ്ങളായ സകല പ്രപഞ്ചങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അതോറിറ്റിയാണ്, ചില്ലറക്കാരനല്ല. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവൻ ഏറ്റെടുക്കാത്തത്, നമ്മളുടെ ആവശ്യങ്ങൾ അവൻ നിറവേറ്റാത്തത് അവൻ അത് ഏറ്റെടുക്കാനോ നിറവേറ്റാനോ പ്രാപ്തിയില്ലാത്തത് കൊണ്ടല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം യഹോവ വിശ്രമിക്കാൻ പോയി എന്ന് നേരത്തെ തന്നെ വേദാന്തം എന്ന കണക്കെ പഠിച്ചു വെച്ചവർക്ക് പരിണാമ സിദ്ധാന്തത്തിനും മറികടക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷെ നമ്മുടെ പടച്ചവൻ അങ്ങനെ എല്ലാ സൃഷ്ടിപ്പും കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ പോയവനല്ല. പകരം ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവനാണ്. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവ അലൽ അർശ്. 6 ദിവസങ്ങളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അതിന്റെ നോക്കി നടത്തിപ്പ് ഏറ്റെടുത്തവനാണ് നമ്മുടെ റബ്ബ്. അവൻ അറിയാതെ ഒരു ഇല പോലും അടർന്നു വീഴുന്നില്ല. നമ്മൾ കണ്ണിമ വെട്ടുന്നതും ഉള്ളിലൊളിപ്പിച്ചതും അവൻ അറിയുന്നു. ഇങ്ങനത്തെ ഒരു രാജാതിരാജനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ പ്രജകളുടെ ആവശ്യങ്ങൾ അവൻ അറിയാതെ പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പഠിച്ചവന്റെ സഹായം കിട്ടാത്തത് നമ്മളുടെ പ്രശ്നം യഥാവിധി അള്ളാഹുവിന്റെ സമക്ഷം എത്താത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ കരുതരുത്. നമ്മളുടെ വിഷയങ്ങൾ യഥാവിധി അവിടെ എത്താത്തത് കൊണ്ട് മാത്രമല്ല. അങ്ങനെ എല്ലാം ഏതോ അർത്ഥത്തിൽ അറിഞ്ഞാൽ അറിഞ്ഞതൊക്കെ അപ്പപ്പ പരിഹരിക്കുക, ഇതല്ല പടച്ചവന്റെ പണി. അങ്ങനെ പരിഹരിക്കാൻ ഒരു പടച്ചവനുണ്ടായാൽ അവൻ ഈ പരീക്ഷണം ആരാണ് നന്മ പ്രവർത്തിക്കുക എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു ലോകം തന്നെ സജ്ജമാക്കിയതിന് അർത്ഥമില്ലാതാകും. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണ്, ഇതറിയാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നല്ലേ അള്ളാഹ് പറയുന്നത്. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ്? അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പ്രവർത്തിക്കണം, അല്ലാതെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. അപ്പൊ പള്ളിയിൽ കൂട്ടുപ്രാർത്ഥന നടക്കുന്ന പള്ളികളിൽ പല പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ എന്ന നിലക്ക് നിർദോഷങ്ങളാണ്, കുഴപ്പമൊന്നുമില്ല. പള്ളിയിലെ പ്രാർത്ഥനയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ പ്രാർത്ഥിക്കുന്നവർക്ക് ബോധം വേണം. എന്ത്? ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. അല്ലാഹുമ്മ ഹയ്യിനാ ബിൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഒരാൾ പ്രാർത്ഥിക്കുന്നു, ബാക്കിയുള്ളവർ ആമീൻ പറയുന്നു. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മളും ഖുതുബക്ക് ശേഷവും അല്ലാതെയും കൂട്ടായി പല പ്രാർത്ഥനകളും നടത്തുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നവൻ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? നമ്മൾ പടച്ചവനെ അല്ലാഹുമ്മ ഹയ്യിനാ ബിൽ കിതാബി വസ്സുന്ന, പടച്ചവനെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഞങ്ങളെ ജീവിപ്പിക്കണം. വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ, ഞങ്ങളെ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കണം. ഇതൊക്കെ ആരെ പണിയാ? ഖുർആനും സുന്നത്തും അനുസരിച്ച് നമ്മളെ ജീവിപ്പിക്കേണ്ടത് അള്ളാഹിനോടാ പറയുന്നത്. പടച്ചവനെ അങ്ങനെ ചെയ്യണം. അപ്പൊ അള്ളാന്റെ പണിയാണത്. ഈമാനോടും തൗബയോടും കൂടി നമ്മളെ മരിപ്പിക്കലും അള്ളാന്റെ പണിയാണ്. ഈ പ്രാർത്ഥിക്കുന്നവനും ഈ ആമീൻ പറയുന്നവർക്കും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? പടച്ചവനെ ഞങ്ങളെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച ശേഷം കൂട്ടുപലിശക്കും വട്ടിപ്പലിശക്കും തട്ടിപ്പുകൾക്കുമാണ് ഇയാൾ ഇറങ്ങിപ്പുറപ്പെടുന്നതെങ്കിൽ ഈ പ്രാർത്ഥനയും ആ പ്രവർത്തനവും തമ്മിൽ എന്ത് ബന്ധമാണ്? അള്ളാഹ് എന്ത് ചെയ്യാനാ? അങ്ങനത്തവനെയും കയറിട്ട് വലിച്ച് ആടിനെ വെള്ളത്തിലേക്കെന്ന പോലെ ഈ തൗബയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ പടച്ചവൻ ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മളുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനവും ഒന്നിച്ചു പോകണം. ഒന്നിച്ചു പോയാൽ മാത്രം പോരാ. ആ ഒന്നിച്ചു പോകുന്നതിൽ മനുഷ്യസാധ്യമായ പരമാവധി പരിശ്രമം നമ്മൾ നടത്തണം. വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു പ്രശ്നത്തിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ സ്വഭാവം അനുസരിച്ച് ആ വിഷയത്തിൽ തന്റെ ആഗ്രഹ സഫലീകരണത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കെന്ത് ചെയ്യാനാവും? അതാണ് ചോദ്യം. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇതാണ് ഹിജ്റയിലെ ഏറ്റവും വലിയ ഒരു പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതാണല്ലോ ഇപ്പൊ ഈ ഹിജ്റ എന്ന് പറയുന്നത്. ഇതേ റസൂല് ഒരു ദിവസം കിടന്നുറങ്ങി മസ്ജിദുൽ ഹറാമിൽ. രാത്രിയിൽ വന്നിട്ട് ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ വന്ന് ഈ പ്രവാചകനെ വിളിച്ചുണർത്തി. ഹദീസുകളിൽ വിശദമായ റിപ്പോർട്ടുണ്ട്. എന്നിട്ടൊരു അത്ഭുത വാഹനത്തിന്റെ പുകലിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് കുറെ മൈലുകൾ അങ്ങ് കിടക്കുന്ന മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന ഒന്നാമത്തെ കിബിലയായ ആ പള്ളിയിലെത്തിച്ചു. ആ പള്ളിക്കൊരു പാരമ്പര്യമുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രവുമായിട്ട് വൈകാരിക ബന്ധമുണ്ട്. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് പിന്നെ 7 ആകാശങ്ങളിലേക്ക് പോയി. കിനാവ് കണ്ടതല്ല, സ്വപ്നം കണ്ടതല്ല. സ്വപ്നത്തിലും വലുതൊക്കെ കാണാം, അതിലൊന്നും ഒരു അത്ഭുതമില്ല. ഉടലോടെ സംഭവിച്ചു എന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്ത്? ഇസ്റാവും മിഅ്റാജും. ഇസ്റാ എന്ന് പറഞ്ഞാൽ നിശ പ്രയാണം അഥവാ രാത്രി സഞ്ചാരം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. അള്ളാഹുവിനാൽ അനുഗ്രഹീതമായ മസ്ജിദുൽ അഖ്സയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രി സഞ്ചരിപ്പിച്ചവൻ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഇസ്രാ തുടങ്ങുന്നത് തന്നെ. ഒറ്റ ദിവസം നേരം വെളുക്കേണ്ട മുമ്പാണ് ഇപ്പത്. ഒട്ടപ്പുറത്തോ കുതിരപ്പുറത്തോ പോയാൽ നേരം വെളുക്കോളം പോയാലും അവിടെ എത്തൂല എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് അതിനു മുമ്പ് അവിടെ എത്തി എന്നല്ല, 7 ആകാശങ്ങളിലേക്ക് പോയി. ഒരു ഘട്ടം കഴിയുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ജിബ്രീലിന് പോലും പ്രവേശനമില്ല. താങ്കൾ കടന്നുപോയിക്കൊള്ളൂ. ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅവ. അങ്ങനെ റസൂലുള്ള പോയി. അവിടുന്ന് നമസ്കാരം നിർബന്ധമാക്കിയ കഥ പറയുമ്പോൾ നിങ്ങൾ ഇത് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. തിരിച്ചു വന്നിട്ട് ഉണരുമ്പോൾ രാവിലെ കിടന്ന അതേ സ്ഥലത്ത് തന്നെ റസൂലുള്ളാഹി തിരിച്ചെത്തിച്ചു. അവിടെ വെച്ച് ഉണർന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതിപ്പോൾ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും ഒക്കെ അത്ഭുതകരവും ഐതിഹാസികവുമായ സംരംഭങ്ങൾ റസൂലുള്ളയെ കൊണ്ട് നടത്തിച്ച അള്ളാഹുവിന് ഈ റസൂലിനെ പതുക്കെടുത്തിട്ട് മദീനയിലെത്തിക്കുക എന്ന് പറഞ്ഞത് വല്ല പണിയാണോ? അതിന് ഇത്ര വലിയ പുകിൽ, ഇത്ര വലിയ മുന്നൊരുക്കത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? 1ഉം 2ഉം അഖബ ഉടമ്പടിയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ 1ഉം 2ഉം അഖബ ഉടമ്പടി മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് തന്നെ മദീന ലക്ഷ്യമാക്കി പ്രവാചകൻ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എന്നതിന്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്ക് പോകാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 1ഉം 2ഉം അഖബ ഉടമ്പടി മദീനയിലെ മണ്ണ് തനിക്ക് അനുകൂലമാക്കുന്നതിനുള്ള ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്നിട്ട് ടീച്ചർ പോവാണ്. മക്ക എവിടെ കിടക്കുന്നു, മദീന എവിടെ നിലകൊള്ളുന്നു, പോകുന്നത് എവിടേക്കാണ്? ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വടക്കോട്ടാ പോകേണ്ടത്. ഉംറക്കോ ഹജ്ജിനോ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൗർ ഗുഹ എവിടെയാണ്, മക്ക എവിടെയാണ്, മദീന എവിടെയാണ്. ഇങ്ങോട്ട് പോകേണ്ട ആൾ അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ അത്രയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 2 ആൾ നാട്ടുകാരാൽ മുഴുവൻ തുരത്തപ്പെട്ട ഒരാളും അഭയം നൽകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയറുത്ത് കൊണ്ടു ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവനോടെ പിടിച്ച് കെട്ടി കൊണ്ടു ചെല്ലുകയാണെങ്കിൽ അവർക്ക് ആകർഷകമായ ഇനാം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഗോത്രത്തിനല്ല ഉത്തരവാദിത്വം, എല്ലാവരും കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഗോത്രങ്ങളുടെ ഐക്യമുന്നണി രൂപപ്പെട്ടിരിക്കുകയാണ് റസൂലുള്ളാഹിയെ വകവരുത്താൻ. ഔസ് ഗോത്രം കൊന്നു, ഖസ്റജ് ഗോത്രം കൊന്നു, ബനു ഹാഷിം കൊന്നു, ബനു മുത്തലിബ് കൊന്നു, ഈ പ്രശ്നമൊന്നുമില്ല. ആര് കൊന്നാലും എല്ലാവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. ഐക്യമുന്നണി രൂപപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹിയുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ വീട് വളയുന്ന സന്ദർഭത്തിൽ വീട്ടിനകത്ത് അകപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാനാവും? ഈ ഒരു അപകടം നേരത്തെ തന്നെ മണത്തറിഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകമായിട്ടൊക്കെ ബന്ധമുണ്ട്, അള്ളാഹ് കാക്കുമെന്ന് വിചാരിച്ച് തസ്ബീഹ്മാലായിട്ട് ഇരിക്കല്ല. ശത്രുക്കളുടെ നീക്കം മണത്തറിഞ്ഞു. അതുകൊണ്ടാണല്ലോ കൂടെ ഉറങ്ങാൻ അലിയെ സജ്ജമാക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് സാധാരണ റസൂലുള്ള ഉറങ്ങുന്ന പുതപ്പിൽ അലിയെ ഉറങ്ങാൻ ഏർപ്പാട് ചെയ്തു. റസൂലുള്ള വേറൊരു സ്ഥലത്ത് വിളിച്ചിരുന്നു. ഒരു പിടി മണ്ണ് വാരി മുറ്റത്ത് വളഞ്ഞിരിക്കുന്ന സായുധരായ സൈന്യത്തിന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് റസൂലുള്ള പുറപ്പെട്ടു. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. താങ്കൾ എറിഞ്ഞപ്പോ താങ്കളല്ല എറിഞ്ഞത്, പകരം അല്ലാഹുവാണ്. ഒരു മുഅ്ജിസത്ത് സംഭവിച്ചു. ശത്രുക്കൾ കണ്ടില്ല, റസൂലുള്ള അവിടുന്ന് രക്ഷപ്പെട്ടു. ഇവർ വാളും പിടിച്ചിട്ട് ഇരിക്കണം. ഏത് കാലത്ത് എന്ന് ഓർക്കണം, 6-ാം നൂറ്റാണ്ടിൽ. 6-ാം നൂറ്റാണ്ടിൽ ഒരു പ്രതിയോഗിയെ വകവരുത്താൻ വന്ന ശത്രുക്കൾ സായുധരായിട്ട് ഉറങ്ങിക്കിടക്കുന്നവന്റെ വീട് വളഞ്ഞിട്ട് നേരം പുലരാൻ കാത്തിരിക്കുകയാണ്. എവിടെ വെച്ചാണ് നമ്മളിപ്പത് പറയുന്നത്? ഉറങ്ങിക്കിടക്കുന്നവന്റെ വീട്ടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നിട്ട് അവിടെയുള്ള വൃദ്ധരായ ദമ്പതികളെ മർദ്ദിച്ചവശരാക്കിയിട്ട് അവരുടെ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്നതിന്റെയും മുതലുകൾ കൊള്ളയടിക്കുന്നതിന്റെയും കഥ ഈ പരിഷ്കൃത ലോകത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഉറങ്ങുന്നവനെ ആക്രമിക്കുന്നത് അന്തസ്സല്ല എന്ന് 6-ാം നൂറ്റാണ്ടിലെ ജനത വിചാരിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ആ പരിഷ്കൃത സമൂഹം എവിടെ? ഈ പരിഷ്കാരത്തിന്റെ പേരിൽ മേനി നടിക്കുന്ന ഈ കാടൻ സമൂഹങ്ങൾ എവിടെ? ഇത് തിരിച്ചറിയാൻ നമുക്കാവണം. നേരം പുലരോളം കാത്തിരിക്കണം, അവിടെയും തീർന്നില്ല. നേരം വെളുപ്പിച്ച് നോക്കുമ്പോൾ പുതപ്പ് എണീറ്റ് വരുന്നത് അലിയാണ്. ഈ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്ക് നിന്നത്? 2 കൊടുക്കൂലേ? ഈ എൻ്റെ ഒരൊറ്റ പണി കൊണ്ടാണല്ലോ ഞങ്ങൾ എത്ര സമയം നഷ്ടപ്പെട്ടത്. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണം, അനക്ക് എൻ്റെ പണി നോക്കിയാൽ പോരെ. ഞാൻ പറയുന്നു, ഇന്നത്തെ തലമുറയാണെങ്കിൽ അലിയെ വെറുതെ വിടില്ല, വകവരുത്തും. എനിക്ക് ആ പായ്ക്ക് എടുക്കാൻ പറ്റൂല, കാരണം നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ എന്നെ വിട്ടും എന്നായിരിക്കും ഇന്ന് മുസ്ലിം മനസ്സ് പോലും പറയുക. പക്ഷെ ആ കാടന്മാരും കിരാതന്മാരും എന്ന് നമ്മൾ പറയുന്ന ആ ജനത അലിയുടെ മേൽ ലെവലേശം കൈവച്ചില്ല. അലി നമ്മുടെ വിഷയമല്ല. അലിയാണ് ഉറങ്ങുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവരം നമുക്കുണ്ടാകാതെ പോയത് നമ്മുടെ തകരാറാണ്. നമ്മുടെ തകരാറിന് മറ്റുള്ളവന്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല. അതാണ് അവരുടെ ധാർമ്മികത എന്ന് നിങ്ങൾ പഠിക്കണം. അങ്ങനെ അവിടുന്ന് പോയിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ വടക്കോട്ട് പോകേണ്ട കൂട്ടര് തെക്കോട്ട് പോകുന്നത്. കൂട്ടരെന്നൊന്നും പറയാൻ മാത്രമല്ല, സിദ്ദീഖുൽ അക്ബറും അലി റസൂലും ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് വിവരം കിട്ടണം. അങ്ങാടികളിൽ കറങ്ങി ആളുകളിൽ നിന്ന് ഖുറൈശി ശത്രുക്കളുടെ നീക്കങ്ങൾ അറിഞ്ഞ് ഇവർക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലാതെ വഹയ്യ് ഇറങ്ങണ റസൂലല്ലേ ഇത്? അള്ളാഹ്ക്ക് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നൂടെ? അങ്ങനെ അള്ളാഹ് കൊടുക്കൂല. മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യണം. അങ്ങാടികളിൽ കറങ്ങി വിവരം സമാഹരിച്ച് ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ ആൾ. സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയിൽ ചെന്നപ്പോ കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മെഹ്റാബ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ടല്ലോ. വിവിധങ്ങളായ ഭക്ഷണം മറിയം ബീബി അലൈഹസ്സലാം അവരുടെ മുമ്പിൽ. അന്നാലക്കി ഹാദ, എവിടുന്നാ അത് കിട്ടിയത്?
ഹുവ മിൻ ഹിന്ദില്ല, അത് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടിയത്. അവൻ മെഹ്റാബിൽ കൊടുന്ന് തീറ്റിയതിന്റെ കഥ ഈ ഖുർആനിൽ തന്നെ ഉണ്ട്. പക്ഷേ റസൂലുള്ള കഥ പഠിച്ചിട്ട് എനിക്കും ഗുഹയിൽ അള്ള തീറ്റും എന്ന് റസൂലുള്ള മനസ്സിലാക്കിയില്ല. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം. അതുകൊണ്ട് അവിടെ ഭക്ഷണം എത്തിച്ച് കൊടുക്കാൻ പിന്നെ ആട്ടിടയന്മാരെ സിദ്ദീഖുൽ അക്ബറിന്റെ ഇടയനെ ഏൽപ്പിച്ചു. അസ്മായെ ചുമതലപ്പെടുത്തി. അബ്ദുള്ളയും അബ്ദുറഹ്മാനും ഇവരുടെ സേവനത്തിൽ മുഴുകി. ഇവരൊക്കെ ഇങ്ങനെ ഗുഹയിലൊരു സാധാരണ മനുഷ്യൻ പെരുമാറ്റമില്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ പല ആളുകളും നടന്ന് കയറി ഇറങ്ങുമ്പോൾ അടയാളം കാണുമല്ലോ മണലിൽ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന്റെ ഇടയനോട് പറഞ്ഞു, നീ വൈകുന്നേരം ആടുകളെ മേച്ചുകൊണ്ട് ആ വഴിയെ വരണം. ആട്ടിൻ പറ്റം അങ്ങ് നടന്നു പോയാൽ ആട്ടിന്റെ കുളമ്പല്ലാതെ മനുഷ്യരുടെ പാദങ്ങളുടെ ഒരടയാളവും പിന്നെ അവിടെ ഉണ്ടാവില്ല. ആട്ടിൻ പറ്റം ഇതിലൂടെയും നടക്കാം. അതുകൊണ്ട് ഖുറൈശി ശത്രുക്കൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നൂല. റസൂലുള്ളാഹിയുടെ ആസൂത്രണമാണിത്. അതാണ് അല്ലാഹ് പറയുന്നത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ സ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم إلا تنصروه فقد نصره الله. നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ കൈവിടുന്നുവെങ്കിൽ അദ്ദേഹത്തെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. ഇദാ ഖറജഹു അല്ലദീന കഫറു സാനിയ സ്നൈൻ, വീട്ടിൽ നിന്ന് രണ്ടിൽ രണ്ടാമനായി ആ റസൂലുള്ളയെ നിഷേധികൾ പുറത്താക്കിയ സന്ദർഭം. അതാണ് ഒരു സന്ദർഭം. ഇത് ഹുമാ ഫിൽ ഗാർ, ഇവർ രണ്ടുപേരും ഗുഹയിൽ ഒളിച്ച സന്ദർഭം. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഒരാളിങ്ങനെ കുനിഞ്ഞാൽ കാണാവുന്ന അത്രയും മാത്രം ഇടമുള്ള ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഇവർ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ കാണുന്നു. അപ്പൊ സിദ്ദീഖുൽ അക്ബറിന്റെ പേടി റസൂലുള്ളയുടെ ജീവനെ പറ്റിയാണ്. റസൂലെ, ശത്രു പേടിക്കണ്ട, അല്ലാഹ് നമ്മോടൊപ്പമുണ്ട്. സിദ്ദീഖുൽ അക്ബറിന് സമാധാനായി. കാരണം എന്താ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതാണ് വിശ്വാസികളുടെ സംസ്കാരം. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും, അവരുടെ ഹൃദയങ്ങൾ കിടിലം കൊള്ളും. അത്രയും വലിയ സ്നേഹബന്ധമാണ് പടച്ചവനോട്. അതിലവർക്ക് നല്ല പ്രതീക്ഷയാണ്. പേടിക്കണ്ട, അള്ളണ്ട്. സിദ്ദീഖുൽ അക്ബറിന് സമാധാനായി. ശത്രുക്കൾ നോക്കിയില്ല, കണ്ടില്ല, പിടിച്ചില്ല. അവരുടെ എല്ലാ അടവുകളും തെറ്റി. സുറാഖത്ത് ഇബ്നു മാലിക് എന്നൊരു ചെറുപ്പക്കാരനായ ഖുറൈശി യുവാവ് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇവരെ പിന്തുടർന്നിട്ട് അയാൾക്ക് ഇവരെ പ്രാപിക്കാനായില്ല, പിടിക്കാനായില്ല. മരുഭൂമിയിൽ അകപ്പെട്ട രണ്ടു പേർക്ക് അവരുടെ പിന്നിൽ ഊരിപ്പിടിച്ച വാളുമായി ഒരു ശത്രു വരുമ്പോൾ ചെയ്യാവുന്നതിന്റെ പരമാവധി എന്താ? വേഗത്തിൽ ഓടുക എന്നത് മാത്രമാണ്. അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തു. വീട്ടിൽ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് കരുതാവുന്ന മുൻകരുതലുകളൊക്കെ അവിടെ നിന്ന് എടുത്തു. അല്ലാഹ് കാക്കുന്നു പറഞ്ഞിരുന്നിട്ടില്ല. ഗുഹയിൽ ഒളിക്കുന്ന സന്ദർഭത്തിൽ 2-3 ദിവസം വേണ്ടി വന്നാൽ എന്തു വേണ്ടി വരുമോ, ഗത്യന്തരമില്ലെങ്കിൽ അല്ലാഹ് കാക്കുമല്ലോ എന്ന് കരുതാതെ എല്ലാ സംവിധാനങ്ങളും അവിടെ നിന്ന് പ്രീ പ്ലാൻ, വളരെ വ്യക്തമായ ഒരു ആസൂത്രണത്തോടെ ചെയ്തു വെച്ചു. കഴിച്ച് ബാക്കി എന്തൊക്കെ വേണോ ഒക്കെ അല്ലാഹ് നോക്കും. അതാണ് വീട്ടിലകപ്പെട്ട 2 പേർക്ക് രക്ഷപ്പെടാൻ ആകാവുന്ന അടവുകൾ മുഴുവൻ അവർ സ്വീകരിച്ചെങ്കിൽ പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ കഴിച്ച് ബാക്കി വേണ്ടതൊക്കെ അല്ലാഹ് ഏറ്റെടുക്കും. ഗുഹയിലകപ്പെട്ട 2 പേര് അവരുടെ എല്ലാ പരിശ്രമവും പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേണ്ടതൊക്കെ അല്ലാഹ് ചെയ്യും. മരുഭൂമിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2 പേർ പ്രതിയോഗികളുടെ പിടിയിലകപ്പെടാൻ പരമാവധി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ കഴിച്ച് ബാക്കി വേണ്ടതൊക്കെയും അല്ലാഹ് നോക്കും. അതാണ് ഹിജ്റയുടെ പാഠം. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, മനുഷ്യ സാധ്യമായ മുഴുവൻ ശ്രമവും വിനിയോഗിച്ചതിന് ശേഷമല്ലാതെ അല്ലാഹ് ഒരാളെയും കാക്കുകയില്ല എന്ന് നമ്മൾ കാണാതെ പഠിക്കണം. എന്റെ ഒരു വിഷയത്തിൽ, നിങ്ങളുടെ ഒരു വിഷയത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ ഒരു വിഷയത്തിൽ, നമ്മുടെ അഹലിന്റെ ഒരു പ്രശ്നത്തിൽ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നത്തിൽ, മുസ്ലിം ജനതയുടെ മൊത്തം വിഷയത്തിൽ എത്ര എനർജി, എത്ര എഫേർട്ട് നമുക്ക് എടുക്കാൻ കഴിയും? അങ്ങനെ വല്ല പരിശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടോ? കണ്ണും കാതും നമ്മൾ തുറന്നു വെക്കുന്നുണ്ടോ? സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അപകടങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നുണ്ടോ? ഈ പണി ഒന്നും ചെയ്യാതെ റബ്ബേ ഞങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ റബ്ബ് കാക്കും എന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? ഹിജ്റ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യ സാധ്യമായ സകല ശ്രമവും വിനിയോഗിച്ചതിന് ശേഷം കഴിച്ച് ബാക്കി വേണ്ടതേ അല്ലാഹ് തരൂ എന്നാണ്.
അതാണ് എന്നിട്ട് പറയാൻ ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാ ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ സ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തു നിന്നുള്ള സവിശേഷമായ സമാധാനം അവർക്ക് ഇറക്കി കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, കാണാത്ത ഒരു സൈന്യത്തെ കൊണ്ട് അവരെ കരുത്തരാക്കി. എന്തിന്? വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, നിഷേധികളുടെ വാക്യം താഴാൻ, അല്ലാഹുവിന്റെ വചനം ഉയരാൻ. അതാണ് ഹിജ്റയുടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിനാണ് റസൂലുള്ളാഹി പുറപ്പെട്ടത്. അതിൽ ആ ഉദ്ദേശത്തിൽ പിന്നെ വേറെ ഒരു കലർപ്പുമില്ല. ആ കലർപ്പില്ലാത്ത നിയ്യത്ത്, ഈ പരമാവധിയുള്ള പ്രയത്നം, ഇത് രണ്ടും ഒത്തുചേരുമ്പോ, പരമാവധി അധ്വാനം, നിഷ്കളങ്കമായ നിയ്യത്ത്, ഇത് രണ്ടും ഒത്തുചേരുമ്പോ കഴിച്ച് ബാക്കി വേണ്ടത് എന്ത് തന്നെയാണെങ്കിലും അല്ലാഹ് ചെയ്യും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അല്ലാഹ് ചെയ്യും. നമുക്ക് അല്ലാഹുവിന്റെ കാവൽ കിട്ടുന്നില്ലെങ്കിൽ, നമ്മളുടെ വിളികൾക്ക് അല്ലാഹുവിന്റെ ഉത്തരമില്ലെങ്കിൽ, നമ്മളുടെ ഒരു പരിശ്രമവും അല്ലാഹുവിന്റെ കടാക്ഷത്താൽ അനുഗ്രഹീതമാകുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ, നമ്മളുടെ ഭാഗം പൂർത്തീകരിക്കാതെ മുഴുവനും അല്ലാഹുവിനെ ഏൽപ്പിച്ച് ചുളിവിൽ രക്ഷപ്പെടുന്ന വഴിയിലാണ് നമ്മൾ ഉള്ളത് എന്നതിന്റെ തിരിച്ചടിയാകാം എന്ന് നമ്മൾ പഠിക്കണം. ഇതാണ് ഹിജ്റയുടെ ഏറ്റവും വലിയ പാഠം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.